ഹലോ, വെൽക്കം ടു പെൻഡാറ്റ്. എൻ്റെ പേര് അനൂപ്. ഇന്നെൻ്റെ ഇപ്പോൾ ഉള്ളത് അഭിശങ്കർ. സർ, ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കോർപ്പസ് ആയി, ഇപ്പോൾ ഒരു 1 CR ഒക്കെ ഒരു കോർപ്പസ് ആയി, എനിക്കൊരു 55 വയസ്സുമായി. അപ്പോൾ ഞാനൊരു 60ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർമെന്റ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ചെയ്യേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ കാറ്റഗറീസിലോട്ട് എൻ്റെ അസറ്റ് അലോക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും, എങ്ങനെ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പൊ 55 വയസ്സായി 1 crore പോർട്ട്ഫോളിയോ ഒരു കോർപ്പസ് ചെയ്യാൻ ബിൽഡ് ചെയ്തു. 60ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആഗ്രഹിക്കും. ഓക്കെ, ഇപ്പൊ ഇതിൽ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 60ാമത്തെ വയസ്സിലേക്ക് റിട്ടയർമെന്റിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ ഇൻകം എടുത്തു തുടങ്ങാനായിട്ട് വരാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതൊന്ന് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ അസറ്റ് ഒന്ന് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. കുറച്ച് പൈസ നമ്മൾ ബാങ്ക് റിലേറ്റഡ് അങ്ങനത്തെ രീതിയിലേക്ക് വെക്കാം. പിന്നെ കുറച്ച് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കമ്മ്യൂണിറ്റി ആ രീതിയിലേക്ക്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 CR നിങ്ങളുടെ ഒരു പറഞ്ഞ രീതിയിലുള്ള ഒരു കോർപ്പസ് ഒക്കെ ആയി കഴിഞ്ഞാൽ 10 to 15% വരെ നമുക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അലോക്കേഷൻ അതിലേക്ക് കൊടുക്കാം. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചില ടൈമിൽ ഗോൾഡിന് ഈ ഫ്ലക്ച്വേഷൻ പ്രൈസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിന് എപ്പോഴും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലും കുറച്ചൊന്ന് നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അതുപോലത്തെ മെറ്റൽസിലേക്ക് ഒരു 10 to 15% അലോക്കേഷൻ കൊടുക്കാം. പിന്നെ ഒരു ജനറൽ റൂളിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോർപ്പസിന്റെ എത്ര ശതമാനം ഇക്വിറ്റിയിലേക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. ഇപ്പൊ ഈ പറഞ്ഞ 60 വയസ്സ് ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഇപ്പൊ 100-ൽ നിന്ന് നിങ്ങളുടെ പൈസ എത്രയാണോ അത് കുറച്ചതിന് ശേഷമുള്ള ഒരു എമൗണ്ട് നിങ്ങൾ മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൺസിഡർ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എഗെയിൻ ഇപ്പൊ ഓരോരുത്തരുടെ റിസ്ക് നോക്കാം, പ്ലസ് അവരുടെ ആവശ്യകത. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം വേണ്ട ഒരു തുക എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടും കോർപ്പസ് നല്ലൊരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കണതിൽ അർത്ഥമില്ല. കാരണം ബാങ്ക് റിലേറ്റഡോ അങ്ങനെയിലേക്ക് പോകുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് റിട്ടേൺ കിട്ടുന്നില്ല. അപ്പൊ ഇൻഡയറക്ട്ലി സംഭവിക്കുന്നത് നമ്മളുടെ വെൽത്ത് അവിടെ അപ്രിസിയേഷൻ അല്ല ഡിപ്രീസിയേഷൻ നടക്കും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ്ഡ് അപ്രോച്ച് നടത്തിയിട്ട് നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സുകളിലേക്കും കൊടുക്കണം. ഈ പറഞ്ഞ പോലെ ഗോൾഡ് സിൽവർ അങ്ങനത്തെ രീതിയിൽ കൊടുക്കണം. പിന്നെ ഇതിൽ തന്നെ ഒരു ഹൈബ്രിഡ് കാറ്റഗറി ഫണ്ടുകളോ അല്ലെങ്കിൽ പിന്നെ ഒരു അലോക്കേഷൻ കൊടുക്കുമ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ തന്നെ റിസ്ക് കുറഞ്ഞ ടൈപ്പ് ഫണ്ടുകൾ കാറ്റഗറികളൊക്കെ ഉണ്ടാവും. കുറച്ച് ഡെപ്റ്റിൽ വയ്ക്കുക, കുറച്ച് മറ്റ് കാറ്റഗറികൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ ലാർജ് ക്യാപ്പോ അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള അങ്ങനത്തെ മിക്സ്ഡ് അലോക്കേഷൻ എപ്പോഴും എടുക്കുക. പിന്നെ ബാങ്കിൽ നമ്മൾ കുറച്ച് പൈസ എപ്പോഴും എന്തായാലും വെക്കണം. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ വേണ്ട തുക, ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണം. റിട്ടയർമെന്റ് എടുക്കുകയാണ്, ഒരു മാസം 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 12 ലക്ഷം രൂപ വേണം. അപ്പൊ ഒരു 12 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ നിങ്ങൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ വെക്കുക. ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഇതിനിടയിൽ ഒരു മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ടച്ച് ചെയ്യാതെ അതിൽ നിന്ന് വിഡ്രോവൽ ഉണ്ടെങ്കിൽ കൂടി അത് ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാങ്കിലെ പൈസ എടുക്കുക. അപ്പൊ മറ്റേത് നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നെ അതിന്റെ ഒരു ഗ്രോത്തിലേക്ക് പോകുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മാർക്കറ്റ് പതുക്കെ കയറുമ്പോൾ അതിന് അപ്രിസിയേഷൻ ആവും, വാല്യൂ കൂടും. അപ്പൊ അന്ന് നമുക്കത് പതുക്കെ വീണ്ടും അതിൽ നിന്ന് കുറേശ്ശെ എടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിലൊന്ന് മിക്സഡ് അപ്രോച്ച് ആയിട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, ബെറ്റർ ആയിരിക്കും. അത് അഗെയിൻ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു കൃത്യതയോടുകൂടിയുള്ള പ്ലാനിങ് നടത്തിയിട്ട് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ആളുടെ റിസ്ക് പ്രൊഫൈലും അല്ലെങ്കിൽ ആൾക്ക് മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെ പല ഗോളുകൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് പ്രോപ്പറായിട്ട് അസറ്റ് അലോക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ ശരി, താങ്ക് യു സാർ.